ആരൊക്കെ ഓൺലൈനിലുണ്ടെന്ന് അറിയില്ല. എന്തായാലും ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒരു നമസ്തേ പറയൂ. അല്ലെങ്കിലും ഒരുപാട് വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ വീണ്ടും അതേ വിഷയം. ഒരാളെത്തിയല്ലോ. പേര് കാണാൻ പറ്റുന്നില്ല. എന്താണ്? ഫേസ് മാത്രമേ കാണുന്നുള്ളല്ലോ. ഒരു നമസ്തേ കമൻ്റ് ഇടാവോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഹായ് പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഓക്കെ. എനിവേ, നെറ്റിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിന്ന് വീണ്ടും ഇന്നലെ പറഞ്ഞ അതേ വിഷയത്തിൽ തന്നെയാണ് ഇന്നും പ്രതികരിക്കാൻ വന്നത്. സ്ലോ കണക്ഷനാണ്, സോറി. അപ്പോൾ ഇന്നലത്തെ അതേ വിഷയത്തിൽ തന്നെയാണ് ഇന്നത്തെ പ്രതികരണം. അപ്പോൾ ആ വിഷയത്തോട് കൂടിയിട്ട്, കാരണം ഒരുപാട് പേര് കേസ് ഫയൽ ചെയ്യുന്നു, മറ്റു പലരും പ്രതികരിക്കുന്നു, ഇതിനെപ്പോലെ പലരും ഓൺലൈനിൽ പിന്നെ പ്രതികരിക്കുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ന് താത്ത ഭയങ്കര കരച്ചിലോട് കരച്ചിലാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ താത്തയെ കാണുമ്പോൾ നമസ്തേ ലസിത പാലക്കൽ ആൻഡ് നമസ്തേ ശ്രീജാജി, നമസ്തേ. അപ്പോൾ മറ്റയാളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല പേര്, അതുകൊണ്ടാണ് ലസിത പാലക്കലും ശ്രീജ ഗോപാലനുമാണ്. ബാക്കി ആരാണെന്ന പേര് കാണുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ വിഷയത്തിൽ രാവിലെ മുതൽ ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ താത്ത കരച്ചിലോട് കരച്ചിലാണ്. അപ്പൊ ഈ കരച്ചിലിന് ഇടയിൽ താത്ത പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ താത്ത കൃഷ്ണന്റെ ചിത്രം വരച്ച് അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ് ഹിന്ദു സമൂഹം വിളക്ക് വെച്ച് പ്രാർത്ഥന തുടങ്ങിയതെന്നാണ് താത്ത പറയുന്നത്. അത് എന്ത് ലോജിക്കാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോ എന്താണ് താത്ത ഉദ്ദേശിച്ചത്? ഇനിയിപ്പോ താത്തയുടെ എക്സൈറ്റ്മെന്റ് കൊണ്ട് താത്തയുടെ വായിൽ വന്ന വികട സരസ്വതി വിളയാടിയതാണോ എന്നും എനിക്കറിയാൻ പാടില്ല. കാരണം ഒരുപാട് തവണയൊന്നും ഒരാളും ഒരാളെയും പറ്റിച്ച ചരിത്രമില്ല. അതായത് ഒരാളെ ഒരുപാട് തവണ പറ്റിക്കാൻ പറ്റില്ല. ഒരു തവണ പറ്റിക്കാൻ പറ്റിയെന്ന് വിചാരിക്കാം. ഒരു തവണ ഓക്കെ, 2 തവണ ഓക്കെ, മാക്സിമം 3 തവണ. അതിന്റെ അപ്പുറത്തേക്കൊന്നും പോയ ചരിത്രം ഞാനും കണ്ടിട്ടില്ല. അപ്പോ കുറെ മലയാളികളെ, അതായത് മലയാളികളായ ഹിന്ദു സമൂഹത്തെ മുഴുവനും ഒരുതരം ജാട കാണിച്ച് അല്ലെങ്കിൽ ഒരു കപട ഭക്തിയുടെ പേരും പറഞ്ഞിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പൊ ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. കാരണം മായക്കണ്ണനാണ്. മായക്കണ്ണൻ പണി കൊടുക്കുക എന്ന് പറഞ്ഞാല് അജാതി പണിയാണ് കൊടുക്കുക. അപ്പോ ഭഗവാൻ തന്നെ പണി കൊടുത്തതാണ് താത്ത. നിനക്ക് കിട്ടിയ എന്താ പറയാ, ഇത്രയും വലിയൊരു പണി 8ന്റെ പണിയല്ല, 16ന്റെ പണി തന്നെ കിട്ടിയത് ഭഗവാന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ നേരെ വാ നേരെ പോന്നുള്ള രീതിയല്ല താത്തയ്ക്കുള്ളത്. താത്തയ്ക്കുള്ള പല വികട വഴികളും ഉണ്ട് എന്നുള്ളത് ഭഗവാൻ തന്നെ കണ്ടറിഞ്ഞിട്ട് കിട്ടിയ പണിയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇനി രോധിക്കാൻ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് താത്തയുടെ സ്വഭാവത്തില് താത്തയുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് താത്ത നടക്കുന്നത്. അപ്പോ ഒരു ഹിന്ദുവായ മറ്റൊരു സമൂഹം, അതായത് ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഓരോ ഹിന്ദുക്കളും അനുചരിച്ച് പോകുന്ന, അനുവർത്തിച്ചു കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾ എന്താണെന്ന് പോലും ഈ പറയുന്ന താത്തയ്ക്ക് അറിയില്ല. താത്തയ്ക്ക് താത്തയുടേതായ ചരിത്രങ്ങളും പുരാണങ്ങളും മാത്രമേ താത്തയ്ക്ക് അറിയുള്ളൂ. ബാക്കി ഒരു ഹിന്ദു സമൂഹത്തിന്റെ അവരുടെ വൃത്തിയാണെങ്കിലും വെടിപ്പാണെങ്കിലും വ്രതങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഇതിഹാസങ്ങളാണെങ്കിലും അതൊന്നും താത്തയ്ക്ക് യാതൊരു പിടിയുമില്ല. അതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ല. അത് സ്വാഭാവികമാണ്. കാരണം ഒരു അന്യമതസ്ഥയായ താത്തയ്ക്ക് ഒരിക്കലും ഒരു മറ്റു മതസ്ഥരുടെ, ചില ആൾക്കാർ അറിയാനെങ്കിലും ശ്രമിക്കാറുണ്ട്, പക്ഷെ താത്തയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. കാരണം നല്ല അസൽ ജിഹാദി താത്തയാണ്. അതിലൊരു മാറ്റവുമില്ല. ഞാൻ ചോദിക്കുന്നത്, താത്തയ്ക്ക് ഭഗവാനോട് ഇത്രയ്ക്കും വലിയ പ്രേമമാണ്, ഭഗവാന്റെ പിക്ചർ വരച്ചിട്ടാണ് താത്ത ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ താത്തയ്ക്ക് മതം മാറാം ഈസി ആയിട്ട്. ഇവിടെ ആരും തടസ്സം വന്നിട്ടില്ല. അപ്പൊ താത്തയ്ക്ക് അന്തസ്സായിട്ട്, അതായത് ആ ഐശ്വര്യത്തെ വിശ്വസിക്കുകയും ആ ഭഗവാന്റെ ചിത്രം കൊണ്ടാണ് ഞാൻ മെച്ചപ്പെട്ട് ജീവിക്കുന്നതെന്നും ഉള്ള വിശ്വാസം സത്യമാണെങ്കിൽ താത്തയ്ക്ക് തട്ടം മാറ്റിയിട്ട് താത്തയ്ക്ക് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അതൊന്നും താത്തയ്ക്ക് പറ്റില്ല. അതായത് ആ പരിപാടി പറ്റില്ല. ബാക്കി പൈസ ഉണ്ടാക്കണം. അപ്പൊ പൈസ ഉണ്ടാക്കണം, കുറെ ഹിന്ദു പാവങ്ങളെ പറ്റിക്കണം. അതായത് താത്തയുടെ സ്വഭാവം കൊണ്ട് പറയാച്ചാല് എന്റെ പിക്ചർ വരച്ചിട്ട്
അത് ആരുടെ വീട്ടിൽ കൊണ്ടുവച്ചാലും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അതാണ് ഇപ്പൊ പുതിയ ബിസിനസിന്റെ പുതിയ ട്രെൻഡ്. താത്ത പറയുന്നത്, ഞാൻ വരച്ച കണ്ണന്റെ പടം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് അഭിവൃദ്ധിപ്പെടും. ഇനിയിപ്പോ വേണമെങ്കിൽ എല്ലാവരും കൂടിയിട്ട് താത്തയുടെ ഒരു പടം വെച്ചിട്ട്, താത്തയുടെ പടം വെച്ചാൽ താത്തയാണ് ഈ വീടിന്റെ ഐശ്വര്യമെന്നോ, താത്തയാണ് ഈ കടയുടെ ഐശ്വര്യമെന്നോ, താത്തയാണ് ഈ, ഇനിയിപ്പോ ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിൽ തന്നെ താത്തയുടെ പടം വെച്ചിട്ട് ഇവളാണ് ഈ അമ്പലത്തിന്റെ ഐശ്വര്യം എന്നൊക്കെ ഇനി ഒരു ന്യൂസ് വന്നാൽ അതിലും അതിശയിക്കാനൊന്നുമില്ല. കാരണം അതും ചിലപ്പോൾ സംഭവിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരെ ആർക്കും പറ്റിക്കാം. ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കളെ ആർക്കും എപ്പോ വേണമെങ്കിലും പറ്റിക്കാം, എത്ര വേണമെങ്കിലും പറ്റിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഒരുത്തി ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് എന്തോ ഒരു തോന്നിവാസങ്ങൾ കാണിക്കുന്നു, അതിനെതിരെ ഹിന്ദു കണ്ണടച്ചതാണ്. അവളോട് ഒരു തരത്തിലുള്ള വഴക്കിനോ വക്കാണത്തിനോ മെക്കെട്ട് കയറാനോ ഒന്നിനും പോവാതെ മിണ്ടാതെ അവനവന്റെ പാട് നോക്കി ജീവിച്ചിരുന്ന ഹിന്ദു സമൂഹത്തിന്റെ അണ്ണാക്കിൽ കൊണ്ടുവന്നിട്ട് കോലിട്ട് കുത്തി 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 പ്രതികരിപ്പിച്ചതാണിത്. ഇത് പണ്ടാരോ ഒരു പഴമൊഴി പറയും, ചുമ്മാതിരിക്കണ ചുണ്ണിയിൽ ചുണ്ണാമ്പ് വെച്ച് പൊള്ളിക്കാന്ന്. അതാണ് ഇപ്പൊ താത്ത ചെയ്തത്. അതായത് ഈ താത്തയുടെ സമൂഹം പോലെയല്ല, മുസ്ലിം സമൂഹത്തിന്റെ പോലെയല്ല ഒരു ഹിന്ദു സമൂഹം. ഒരു സനാതന ധർമ്മിയായ ഹിന്ദു സമൂഹക്കാര് അവരാരോടും ഒരു പ്രശ്നങ്ങൾക്കും പോവില്ല. നേരെ മറിച്ചിട്ട് ഇപ്പൊ താത്ത ചെയ്തത് അവനവന്റെ സ്വന്തം സമൂഹത്തിലെ സ്വന്തം ദൈവത്തിന്റെ, അവരുടെ എന്താ പറയാ, സമുദായത്തിലെ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം വിശ്വാസത്തിന്റെ പടം വരച്ചിരുന്നെങ്കിൽ താത്തയുടെ കഴുത്തിൽ കഴുത്തുണ്ടാവില്ല, കയ്യും വെട്ടും കാലും വെട്ടും. അപ്പൊ അത്രയ്ക്കും വെറികെട്ട, അത്രയ്ക്കും നെറികെട്ട ഒരു സ്വഭാവമുള്ളവരുടെ ഒരു പ്രതിനിധിയായിട്ട് വരുന്ന താത്തയ്ക്ക് സ്വന്തം മതത്തിൽ പോലും സ്ഥാനമില്ലാത്ത അവസ്ഥയിൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് കണ്ണനെ വരയ്ക്കോ അത് വിൽക്കോ കൊടുക്കോ എന്തോ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഹിന്ദുക്കൾ എല്ലാവരും കണ്ണടച്ചതാണ്. ആരും ഒരു തരത്തിലുള്ള എതിർപ്പിനും പോയതല്ല. പക്ഷെ താത്ത ചെയ്ത പണി എന്താണ്? താത്തയ്ക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ കൂടുതൽ കിട്ടി വരാൻ തുടങ്ങിയപ്പോ താത്ത പതുക്കെ അല്ല, എനിക്ക് ഇവിടെ നിന്നാ പറ്റില്ല, എനിക്ക് അടുത്ത കുന്നുമലേക്ക് കയറണം എന്നായി. അപ്പൊ താത്ത അടുത്ത കുന്നിലേക്ക് കയറി. വീണ്ടും ആ കുന്നുമ്മ ചെന്നപ്പോ താത്തയ്ക്ക് തോന്നി പിന്നത്തെ വലിയ കുന്നുമലേക്ക് കയറണമെന്ന്. അങ്ങനെ ഒരു കുന്നുമെന്ന് ആ കുന്നിലേക്ക് മറ്റേ കുന്നിലേക്ക് അങ്ങനെ കേറി താത്ത അങ്ങ് കേറി വലിയ മോളിലെത്തിയപ്പോ താത്തയ്ക്ക് തോന്നി, ആഹാ, ഞാനാണ് ഇവിടെ വലിയ ആള് ഞാനാണ് എന്ന് താത്തയ്ക്ക് തോന്നി. ആ തോന്നൽ വന്നപ്പോഴ് അതിന് അഹങ്കാരം എന്ന് പേര് വരും. അഹങ്കാരം അങ്ങോട്ട് വല്ലാണ്ട് മുഴുത്തപ്പോഴ് താത്തയ്ക്ക് തോന്നി, ഇനി എനിക്ക് എന്തു ആവാം. എനിക്കിപ്പോ അമ്പലനടയിൽ വന്നിട്ട് കേക്ക് മുറിക്കുവോ, കേക്ക് കട്ട് ചെയ്യുവോ, കേക്ക് വിഴുങ്ങുവോ, മറ്റവന്റെ വായിൽ എണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കുവോ, എന്ത് വേണമെങ്കിലും എനിക്ക് ഇവിടെ ചെയ്യാം. ആഹാ, എനിക്കിവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്, എനിക്ക് ആരാധകരങ്ങനെ നിൽക്കുകയല്ലേ. താത്ത രാവിലെ മോന്തയ്ക്ക് പെയിന്റും അടിച്ചിട്ട് ഈ തലയിൽ തട്ടം ഇട്ടിട്ട് ഇവിടേക്ക് ഇറങ്ങുമ്പോൾ, ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം താത്തയുടെ തലയിൽ തട്ടം ഉണ്ടാവും, അല്ലാത്ത സമയത്തൊന്നും തട്ടം കാണില്ല. അപ്പൊ അത് അവനവന്റെ മതം വിറ്റ് ജീവിക്കുക, അവനവന്റെ മതവും വിൽക്കുന്നു, മറ്റു മതക്കാരെയും പറ്റിക്കുന്നു. ഇതാണ് ഒരേ സമയം രണ്ട് വഞ്ചിയിൽ കാലിട്ടിട്ടുള്ള ബിസിനസ് ആയിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ കേക്ക് കട്ടിയിലും വെല്ലുവിളികള്, അതായത് ഭഗവാന്റെ പിറന്നാളിന്റെ അന്ന് വന്നിട്ട് അവിടെ അഷ്ടമരോഹിണി നാളിൽ വന്നിട്ട് ഒരു സ്ത്രീയുടെ മെക്കെട്ട് കയറിയിട്ട് അവൻ കൈ ചൂണ്ടി സംസാരിക്കുന്നത്, അതെല്ലാം കാണുമ്പോൾ, ആക്രോശങ്ങൾ കാണുമ്പോൾ ഇത് കൃത്യമായ അജണ്ടയാണെന്ന് ഏതൊരു മൂക്ക് കിഴിപ്പിട്ടുള്ള മനുഷ്യനും മനസ്സിലാവും. അതെല്ലാം അവിടെ വന്ന് ചെയ്തു കൂട്ടുമ്പോ ഇത് വല്ലാണ്ട് അങ്ങ് ഓവർ ആവണമെന്ന് ഭഗവാനും തോന്നി. അപ്പൊ നീ ഇനി ഇങ്ങോട്ട് വരണ്ട, നീ എന്റെ പിക്ചർ വരയ്ക്കുകയും വേണ്ട, ദയവ് ചെയ്തിട്ട് ഭഗവാൻ എന്നെ സ്വയം പറയുന്നു, എന്നെ വെറുതെ വിട്, നീ നിന്റെ പാട്ടിന് പോ എന്ന് ഭഗവാൻ തന്നെ തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ വീട്ടിൽ കുത്തിയിരിക്കേണ്ട അവസ്ഥ വന്നത്. അതായത് ഓവർ ആവരുത് ആരാണെന്നുണ്ടെങ്കിലും. ഇനി അവിടെ കേക്ക് മുറിച്ചത് നമുക്കൊരിക്കലും ഒരു കോലാഹലമാക്കാനോ കേസാക്കാനോ പറ്റില്ല. നമ്മുടെ കൂട്ടത്തിൽ ആരോ മറ്റേ ഹരിവക്കീലോ ആരോ കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതില് ഞാനത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് കേക്ക് മുറിച്ചതിന്റെ പേരിലാണ്, ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അവർ കേക്ക് മുറിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസിന് എത്രത്തോളം നിലനിൽപ്പുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം കേക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടെന്നുള്ളത് അത് ഉണ്ടാക്കി മുറിച്ച് വിഴുങ്ങി കഴിഞ്ഞപ്പോൾ അത് തീർന്നു. അപ്പൊ ആ കേക്കിന്റെ പരിശുദ്ധിയെ കുറിച്ചിട്ടോ കേക്കിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചോ ആർക്കും ഒന്നും വാദിക്കാനോ തർക്കിക്കാനോ പറ്റില്ല. കാരണം വീഗൻ കേക്കുകൾ കിട്ടുന്നുണ്ട്, വെജിറ്റബിൾ കേക്കുകൾ കിട്ടും. 100%, 101% വെജിറ്റബിൾ മാത്രമായിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കാനായിട്ട് ഇന്ന് പറ്റും. അപ്പൊ താത്ത പറയാണ്, ഞാനവിടെ കൊണ്ടുവന്ന വെജിറ്റേറിയൻ കേക്കാ മുറിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കേസിനൊന്നും യാതൊരു തരത്തിലുള്ള ബലവും അവിടെ വരാൻ ചാൻസ് ഇല്ല. പക്ഷെ കേക്ക് മുറിച്ചതോ കേക്ക് മുറിക്കാത്തതോ ഇവിടെ അത് ഞാനൊരു വിഷയമാക്കുന്നേ ഇല്ല. കാരണം ആ ഒരു വിഷയത്തിന്റെ പേരിൽ ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും വാദിച്ചു കയറാം, അവർക്ക് ജയിച്ചു നിൽക്കാം. ഇവിടെ അതല്ല. ക്ഷേത്രമോ ക്ഷേത്രത്തിന്റെ പരിസരത്തോ ഒരു അഹിന്ദു പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിയമം നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോഴാണ് ഈ ജാതി
പിന്നെ കോലുകളി കളിക്കാനായിട്ട് താത്ത അവിടെ വന്നത്? അത് വേണ്ടല്ലോ. നിങ്ങൾക്ക് ജീവിതമാർഗ്ഗമാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പടം വരച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് മിണ്ടാതിരുന്നാൽ മതി. അതാണല്ലോ. അപ്പൊ അത് പോരാ. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ആ കുന്നിലേക്ക്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ കുന്നിലേക്ക്, പിന്നെ എന്റെ മേലേക്ക് പോകണം എന്നുള്ള ആ മേലേക്ക് എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് താത്തയ്ക്ക് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം അങ്ങ് കൂടി, എനിക്ക് എന്തുമാവാം, എന്നെ തടയാൻ ആരുമില്ല. പിന്നെ വലിയ ആൾക്കാരെയൊക്കെ കൂട്ടുപിടിച്ച് നടക്കുന്ന താത്തയാണ്. താത്തയുടെ വലിയ എന്തോ ഒരു കോവാലനും നാരായണനും എല്ലാവരും കൂട്ടാണ് താത്തയുടെ. അപ്പൊ അതുകൊണ്ട് കൃത്യമായ പേര് ഞാൻ പറയുന്നില്ല. ഒരു ചെട്ടിക്കമ്പി നടത്തുന്ന വലിയൊരു മുതലാളിയുടെ വലിയൊരു കൂട്ടുകാരിയാണ് താത്ത. അപ്പോ അത് ചെട്ടിക്കമ്പനി നടത്തുന്ന വലിയൊരു മുതലാളിയാണ്. ആ മുതലാളി പല തരത്തിലുള്ള പല കാര്യങ്ങളും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട്. വാലും തലയും മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അതിന്റെ നടുക്കഷ്ണം കൂടി കിട്ടിയിട്ട് വേണം അതിനടുത്ത് ആ കാര്യം പിന്നെ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാനായിട്ട്. അതുവരെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ ഇമ്മണി വലിയ ആൾക്കാരെ കണ്ടിട്ടാണ് താത്ത കളിക്കുന്നത്. അപ്പോ താത്ത എന്ത് ചെയ്താലും താത്ത അങ്ങ് കയറൂരി വിട്ടേക്കാണ്. പിന്നെ വേറൊരു പ്രത്യേകത, താത്ത മുസ്ലിം ആയതുകൊണ്ടോ അല്ലെങ്കിൽ താത്ത മറ്റതോ ആയതുകൊണ്ടോ ഇതൊന്നുമല്ല ഇവിടെ വിഷയം. ഒരു സ്ത്രീ ഒരുങ്ങി ഇറങ്ങിയാൽ അവർക്ക് എന്തും ഈ ഭൂമിയിൽ സാധിക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ആണുങ്ങള്, നമ്മുടെ മലയാളി പുരുഷന്മാര്, ഞാൻ അവർ ഒരിക്കലും അവഗണിച്ചുകൊണ്ട് പറയുന്നതല്ല. ഒരു സ്ത്രീ ഒരു കുപ്പായം വിട്ട് ഇറങ്ങി കുറച്ച് മുഖത്ത് ചായം തേച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അവളുടെ കാൽക്കൽ നമസ്കരിക്കുന്ന ആണുങ്ങളെ ഈ ഭൂമിയിലുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീക്ക് എന്തും നേടിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ സ്വന്തം രൂപവും സ്വന്തം പെണ്ണാണെന്നുള്ള ഒരൊറ്റ കഴിവ് വെച്ചിട്ടാണ്, അല്ലാണ്ട് താത്തയുടെ വരയുടെ കഴിവോ അല്ലെങ്കിൽ താത്തയുടെ വിദ്യാഭ്യാസമോ താത്തയുടെ എന്താ പറയാ അറിവോ ആ വക കാര്യങ്ങളിലൊന്നുമല്ല താത്ത വലിയ ആളായത്. താത്ത എന്തിനും തയ്യാറായിട്ട് ഇറങ്ങി തിരിച്ചപ്പോ ആ എന്താ പറയാ അവരുടെ ഒരു മൊത്തത്തിലുള്ള പെരുമാറ്റങ്ങളും മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജും അവരുടെ കുറച്ചുള്ള കൊഞ്ചലും കുഴയിലും അതെല്ലാം കൂടിയിട്ടങ്ങ് പുറത്തേക്ക് എടുത്തപ്പോ അതിന്റെ ചുറ്റും ഇങ്ങനെ എന്താ പറയാ ഈ പൂ വിരിയുമ്പം വണ്ടുകൾ വന്നിട്ട് ഇങ്ങനെ ആർക്കില്ലേ എന്ന അവസ്ഥയിൽ കുറെ വണ്ടുകൾ അങ്ങ് പറന്നെടുത്തു. അപ്പൊ ആ പറന്നെടുത്ത വണ്ടുകളില് ഒട്ടുമിക്ക വണ്ടുകളും ഈ പറയുന്ന നമ്മുടെ പ്രസ്ഥാനത്തിലെ വണ്ടുകളായി പോയതാണ് നമ്മുടെ ശാപം. ഈ അവസരത്തിൽ ഞാൻ ലസിത പാലക്കിൽ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. കാരണം അവരൊരിക്കൽ അവരുടെ ലൈവിൽ പറഞ്ഞ ഒരു വാക്ക് കുറച്ച് അതികഠിനമായ സംസാരമാണ്, അത് വാക്കാണ്, പക്ഷെ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പെണ്ണായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവൾ എന്തിനും തയ്യാറായി കഴിഞ്ഞാൽ അവൾക്ക് ഈ ഭൂമിയിൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല എന്നാണ് താത്ത തെളിയിച്ചത്. അപ്പൊ താത്തയുടെ തൊലിവെളുപ്പും താത്തയുടെ മേക്കപ്പും താത്തയുടെ പെയിന്റടിയും ഒക്കെ കൂടിയിട്ട് ഒരുപാട് ആണുങ്ങളെ ഒരു മാലയിൽ കെട്ടിയിട്ട് അവളുടെ കളിപ്പാവകളാക്കിയിട്ട് അങ്ങനെ അത് ഈ പ്രസ്ഥാനത്തിലുള്ളവരും അല്ലാത്തവരും എല്ലാ മനുഷ്യരെയും കൂട്ടിച്ചേർത്തിട്ട് അവള് കുറെ ആൾക്കാരെ കൂട്ടിക്കെട്ടി ഒരു കളി കളിച്ചു. ആ കളിയാണ് ഈ കളി. അതിന് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളവരും അല്ലാത്തവരും എല്ലാവരും പെട്ടതാണ്. അവരാണ് ഇവളെ ഈ അലങ്കോലത്തിലേക്ക് കൊണ്ട് നയിച്ചതും ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ പാർട്ടിയിലും നമ്മുടെ BJP പാർട്ടിയിലും ഈ RSS എന്ന പ്രസ്ഥാനത്തിലും ചുമതലകൾ വരെയുള്ള മനുഷ്യർ തൊട്ട് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള മനുഷ്യരാണ് ഇവളെ ഈ കോലം വരെ കൊണ്ടെത്തിച്ചത്. അവർക്ക് ആർക്കും ഇതിൽ ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കില്ല. കാരണം ആ ഇലക്ഷന്റെ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചതാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഞാനത് ശ്രദ്ധിച്ചതാണ്. ഇവൾക്ക് ഈ ജാതി, അതായത് സുരേഷ് ഗോപി സാർ എവിടെ വരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ അറിവ് അവൾക്കുണ്ട്. പ്രധാനമന്ത്രി എപ്പോ വരുന്നു എന്നുള്ള കൃത്യമായ അറിവ് അവൾക്കുണ്ട്. അപ്പൊ ഇതിന്റെ മുഴുവനും ഞാൻ ചോദിക്കുന്ന ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കേന്ദ്രമന്ത്രിയാണ് ഇപ്പോ. അദ്ദേഹത്തിന് ചുറ്റുപാടും നടക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയാത്ത പൊട്ടത്തരങ്ങളില്ല, തെണ്ടിത്തരങ്ങളില്ല. അത്രയ്ക്കും ആ മനുഷ്യനെ നാണം കെടുത്തി തോന്നിവാസങ്ങളെ കൊണ്ട് നാണം കെടുത്തിയിട്ടുള്ള ഒരു മീഡിയാസും ചാനലും നാട്ടുകാരും ഒക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കയറി വന്ന അദ്ദേഹത്തിന്റെ നല്ല സമയം കൊണ്ട് രക്ഷപ്പെട്ട് കയറി വന്ന ആ മനുഷ്യന്റെ ചുറ്റും എപ്പോ നോക്കിയാലും താത്തയുണ്ട്. അപ്പൊ ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടവരല്ലാണ്ട് പിന്നെ ആരാണ് ഇവളെ ഇത്രയ്ക്കും വലിയ കരഘോഷത്തോടു കൂടിയിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്? ഇവർക്ക് ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഈ പാർട്ടിക്കാർക്ക് ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പിന്നെ ഇവരെന്തിനാ ഇപ്പൊ ഒന്നും അറിയാത്ത പോലത്തെ വർത്തമാനം പറയുന്നേ? പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവന്നു. ഞാൻ ചോദിക്കുന്നേ, അത്രയ്ക്കും സുരക്ഷാ ഭീഷണിയുള്ള, സുരക്ഷാ പരീക്ഷ വേണ്ട ഒരാളാണ് സുരേഷ് ഗോപി. അതുപോലെ അതിനേക്കാൾ ഇരട്ടി 100 ഇരട്ടി സുരക്ഷയുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ പ്രധാനമന്ത്രി. അവരുടെ അടുത്തോട്ട് ഞാൻ ചോദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇത്രയും വർഗീയമായ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള തീവ്രവാദികള്, ജിഹാദികള്, ആ ജിഹാദികളുടെ
നിഴല് പറ്റിയിട്ടാണ് ഇവള് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കെങ്കിലും അല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആയാൽ ഈ ബി ജെ പിക്കാർ എന്ത് ചെയ്തേനെ? ഈ ബി ജെ പിക്കാരാണെങ്കിലും ആർ എസ് എസ്സുകാരാണെങ്കിലും ഇവളുടെ കൂടെ നിന്നിട്ടുള്ളവരോടാ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, നമ്മുടെ പ്രസ്ഥാനത്തിലും നമ്മുടെ പാർട്ടിയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ മനുഷ്യരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ സുരേഷ് ഗോപിയുടെ അടുത്തോട്ടും പ്രധാനമന്ത്രിയുടെ അടുത്തോട്ടും ഈ സാധനത്തിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകുമ്പോ നിങ്ങൾ ചിന്തിക്കാത്തൊരു റിസ്ക് ഇല്ലേ? ഇത് ആരുടെ പിൻബലം പറ്റിയിട്ടാണ് ഇവള് നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? ഞാൻ ചോദിക്കുന്ന, സ്വയം ഉരുകി തീരാൻ തയ്യാറായിട്ടോ സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടോ സുരേഷ് ഗോപിയുടെ അടുത്തേക്കോ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കോ എവള് വന്നിരുന്നെങ്കിൽ, ഇവളെ മറ്റുള്ള ഇവളുടെ മതക്കാര് ഇവളെ വിലക്കെടുത്തിരുന്നെങ്കിൽ, അങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പ് കാണുമ്പോഴേക്കും അങ്ങ് കൈകാലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നാണമുണ്ടോ മനുഷ്യരെ? നാണമുണ്ടോ? ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു കോമൺ സെൻസ് എങ്കിലും വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എത്രയോ പരീക്ഷ വേണ്ട ആൾക്കാരെ ഈ രണ്ട് ആൾക്കാരും. ആ രണ്ടാൾക്കാരുടെ അടുത്തേക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ ഈ ചാവാലിയെ കെട്ടിവലിച്ചു കൊണ്ടുപോയപ്പോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, കാരണം നമ്മുടെ നാട്ടില് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു മനുഷ്യനൊരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിനെ ഞാൻ അവന്റെ അച്ഛനായി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടപ്പോഴ് ആ അച്ഛനായി എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് മൊത്തം തെറി വിളിക്കുന്ന ജിഹാദി കൂട്ടങ്ങളെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതാണ് ഈ പറയുന്നത്, നമ്മുടെ തൊട്ടയൽവക്കത്ത്, നമ്മുടെ തൊട്ടടുത്ത്. ഈ സോഷ്യൽ മീഡിയ മുഴുവനും അതാണ്. അപ്പൊ അത്രയ്ക്കും ചെയ്യാനായിട്ട് അത്രയ്ക്കും മതവെറി പൂണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഈ മുസ്ലിം സമൂഹം. ഈ മതവെറി പൂണ്ട് ജീവിക്കുന്ന ഈ മുസ്ലിം സമൂഹത്തില് ആരുടെയൊക്കെയോ ചൽപ്പിടിക്ക് വഴങ്ങിയിട്ട് ഇവളിങ്ങനെ കാണിക്കുമ്പോൾ, ഇവളെ കെട്ടിവലിച്ച് കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള പ്രധാനപ്പെട്ട മനുഷ്യരുടെ കൂടെ നിർത്തുമ്പോ ഇവള് സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇവൾ ഇപ്പോഴും തട്ടം തലേന്ന് മാറ്റിയിട്ടില്ല. ഇവളുടെ മതം വിട്ട് ഇവൾക്കൊരു കളിയില്ല. അപ്പൊ അത്രയ്ക്കും കഠിനമാണ് അവളുടെ മതം. അവൾക്ക് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്, അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ്. അതായിക്കോട്ടെ, നമുക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല. അപ്പൊ എന്തിനും തരത്തിലും ഏതിനും തയ്യാറായിട്ട് വന്ന ഇവളെ നിങ്ങൾ കെട്ടിയെഴുന്നള്ളിച്ച് ഇതുപോലുള്ള പ്രധാനപ്പെട്ടവരുടെ കാലിന്റെ അടുത്ത് കൊണ്ട് നിർത്തുമ്പോ അവിടെ ഒരു നിമിഷം നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് കോമൺ സെൻസ് മാത്രമല്ലേ വേണ്ടു. ഇനി അതും കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നതാണ് എന്ത്, ഞാന് വന്നത് ഞാൻ കണ്ണനെ വരയ്ക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഹിന്ദു വിളക്ക് വെക്കാൻ തുടങ്ങിയെന്ന്. അപ്പൊ അതുവരെ ഹിന്ദു ഇവിടെ വിളക്ക് വെച്ചിരുന്നില്ല. അല്ല, താത്തയോടെ എന്റെ ചോദ്യം, അപ്പൊ അതുവരെ ഹിന്ദു ഇവിടെ വിളക്ക് വെച്ചിരുന്നില്ലേ? എത്രയോ വർഷങ്ങൾക്ക്, പറയാൻ പറ്റാത്ത അത്ര വർഷങ്ങൾ പഴക്കമുള്ള ഹിന്ദുധർമ്മമാണ് ഇവിടെ, ഹിന്ദു സംസ്കാരമാണ് ഈ ഭാരതത്തില്. അപ്പൊ ഭാരതത്തിലെ ഹിന്ദുക്കൾ വിളക്ക് വെച്ചത് ഈ താത്ത കണ്ണനെ വരയ്ക്കാൻ തുടങ്ങിയതാണെന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത്? എനിക്കറിയാൻ പാടില്ല. അതിനു മുമ്പ് അപ്പൊ നമ്മള് പന്തം കൊളുത്തിയാണോ ചെയ്തിരുന്നത്? രാവിലെ എണീക്കും എല്ലാവരും, എല്ലാ ഹിന്ദു വീടുകളിലും പന്തം കൊളുത്തും. വൈകുന്നേരം എല്ലാവരും കൈയും കാലും കഴുകി അല്ലെങ്കിൽ കുളിയും കഴിഞ്ഞിട്ട് വൈകുന്നേരവും പന്തം കൊളുത്തി പ്രകടനമാണോ നമ്മൾ നടത്തിയിരുന്നത്? അത് ബോംബ് പൊട്ടിക്കായിരുന്നോ? ഇതെന്ത് തോന്നിവാസമാണ് ഈ പറയുന്നത്? ഇവളെ ആരാണ് ഇതൊക്കെ പറയാൻ പിരിച്ചു വിടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ഇവിടുത്തെ ഹിന്ദുക്കളെ വിളക്ക് വെക്കാൻ പഠിപ്പിച്ചത് ഈ ചാവാലിയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയാണ്, ഇപ്പൊ ഒരു വീഡിയോ പുതിയത് കാണുന്നുണ്ട്. അതായത് സഹതാപത്തിന്റെ സെന്റിമെന്റ്സിന്റെ മൂർധന്യാവസ്ഥയിൽ വെച്ചിട്ടാണ് സംസാരം. അന്നേരം ഇവൾക്ക് ഭയങ്കര കരച്ചിലും വിങ്ങലും വിഷമതി എല്ലാം വരും. എത്ര റോള് കൊടുത്താലും, ഏത് റോള് കൊടുത്താലും അഭിനയിക്കും. എന്തായാലും അഭിനയത്തിന് ഓസ്കാറാണ്. അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം താത്തയ്ക്ക് അടുത്ത് തന്നെ. എന്നിട്ട് പറയുന്നതാണ്, എനിക്ക് എന്റെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എന്റെ ഭക്തി ഞാൻ എന്റെ മനസ്സിൽ വെച്ചോളാം. എന്തു ഭക്തി മനസ്സിൽ വെക്കുന്നത്? ഭഗവാൻ കൃഷ്ണൻ നിങ്ങൾക്ക് ഹറാമല്ലേ? അത് നിങ്ങളുടെ വർഗത്തിന് ഹറാമല്ലേ? അപ്പൊ ഹറാമായ ഭഗവാനെ പൂജിക്കുന്നതും അല്ലെങ്കിൽ മനസ്സിൽ ഭക്തി വെക്കുന്നതും ഹറാമല്ലേ? അപ്പൊ ഭഗവാന്റെ ഭക്തി ഞാൻ എന്റെ മനസ്സിൽ വെച്ചോളാം. ഞാൻ അവിടത്തേക്ക് ഇനി വരുന്നില്ല. ഞാൻ ആർക്കും ഒരു ശല്യമായിട്ട് വരുന്നില്ല. ഞാൻ ആകെ കൂടിയിട്ട് അവിടെ കേക്ക് കട്ടിയാൽ മാത്രമേ വന്നുള്ളൂ. പിന്നെ ഞാൻ അവിടെ വന്നിട്ട് ഒരു ചേച്ചിയെ കണ്ടപ്പോ ഞാൻ കുറച്ച് തെറി വിളിച്ചു എന്നുള്ളൂ. എന്റെ കൂടെയുള്ള ചേട്ടനൊന്ന് ചേച്ചിയെ തല്ലാൻ നോക്കിയെന്നുള്ളൂ. ബാക്കി വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എത്രയും ഞാൻ ചെയ്തുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അതിനാണ് ഇവര് കിടന്നിട്ട് എന്നെ വഴക്ക് പറയുന്നത്. ഇപ്പൊ ഭയങ്കര കരച്ചിലോട് കരച്ചില്. ഇനിയിപ്പൊ കൊല്ലത്തില് ഗുരുവായൂർ അഷ്ടമിരോഹിണിക്കും വിഷുവിനും മാത്രം എനിക്ക് അവിടെ നിന്ന് വരാനായിട്ട് സമ്മതിച്ചാൽ മാത്രം മതി എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇനി ഭാഗ്യം ലൈവ് ഇട്ടിട്ട്, കഴിഞ്ഞ തവണ ചെയ്ത പോലെ ലൈവ് ഇട്ടിട്ട് കുറെ വിറ്റാമിൻസിന്റെ ഗുളിക എടുത്ത് കഴിച്ചിട്ട്, ഡോക്ടറെ പോലീസേ ഞാൻ ചാവാൻ പോവാണേ, ഞാൻ ഇപ്പം ചാവുക
എന്ന് പറഞ്ഞിട്ട് കുറെ മരുന്നും കൂടി പിന്നെ കുറച്ച് വിറ്റാമിൻസിന്റെ ഗുളികയോ 2 പാരസെറ്റമോളോ സംതിങ് എന്തോ എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇപ്പൊ ചാവുവേ എന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് പിന്നെ 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്ന് അതൊന്നും ചെയ്യാതിരുന്ന് പിന്നെ ഭാഗ്യം. ഇനി ആ നാടകം അത് ഫലിക്കില്ല എന്ന് കണ്ടിട്ട് നിർത്തിയതായിരിക്കും വേണമെങ്കിൽ, അതായിരിക്കും വേണമെങ്കിൽ. ഇനി അടുത്ത ഏതെങ്കിലും ഡ്രാമാറ്റിക് കൊണ്ടുവരും വേണമെങ്കിൽ. മനുഷ്യൻ തരം താഴും. പക്ഷെ ഇത്രത്തോളം തരം താഴ്ന്നിട്ട് കണ്ടിട്ടുണ്ടോ? എത്രയോ ആൾക്കാര്, വിഭിന്ന തരത്തിലുള്ള മതക്കാര്, ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും പല ആൾക്കാരും പല തരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഗുരുവായൂർ അമ്പലം നടയിൽ തന്നെ ഒരുപാട് മുസ്ലിംസിന്റെ കടകളൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ മാന്യമായിട്ടല്ലേ അവിടെ ജീവിക്കുന്നത്. എവക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? എവക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? ഇനി കൊല്ലത്തിലൊരിക്കൽ ഇവൾക്ക് അവിടെ തല കാണിക്കാനും ദർശനം കാണിക്കാനും എവളാര് മഹാബലിയോ? അത് ഇവളെ ആരെങ്കിലും മണ്ണിനടിയിലോട്ട് ചവിട്ടി താഴ്ത്താൻ പോവുകയാണോ? താത്ത എല്ലാരും കൂടെ ചവിട്ടി താത്തിയോ? എന്ത് തോന്നിയവാസാണ് ഇവള് പറയുന്നത്? ഇവൾക്ക് അവിടെ കൊല്ലത്തിൽ ദർശനം നടത്താനായിട്ട് ആരവിടെ ഇരിക്കുന്നു? അതിന്റെ ആവശ്യം എന്തെന്നാ? അതിന്റെ ആവശ്യമില്ല. താത്തയ്ക്ക് അവിടെ വരേണ്ട യാതൊരു തരത്തിലുള്ള കാര്യമില്ല. അപ്പോ ഈ ജാതി ഉഡായിപ്പ് വർത്തമാനങ്ങളും ഈ ജാതി തോന്നിവാസങ്ങളും മുഴുവനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരവരുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട്, അതായത് സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഇന്ന് അനുഭവിക്കുന്ന ഈ കർമ്മങ്ങളൊക്കെ അനുഭവിക്കാൻ തയ്യാറായത്. അത് കിട്ടിയത് ഒരുപാട് ഓവർ ആവുന്നുണ്ടെന്ന് ഭഗവാനും തോന്നിയിട്ടുണ്ട്. അതാണ്. അങ്ങേരവിടെ ചുമ്മാ ഇരിക്കണതല്ല, അത് മനസ്സിലായി കാണുമല്ലോ. ഒരു ദിവസം പറയുന്നു എന്റെ കയ്യിന് വിറയലുണ്ട്, പബ്ലിക്കായിട്ട് ചിത്രം വരയ്ക്കുമ്പോ കയ്യിന് വിറയലുണ്ട്. എന്ത് ചിത്രകാരന്റെ കയ്യിന് ഒരു ഒളിച്ചിരുന്ന് വരയ്ക്കുമ്പോ നിങ്ങൾക്ക് വിറയലില്ല, പബ്ലിക്കിൽ വരയ്ക്കുമ്പോ വിറയലോ? അതെന്ത് വിറയല്? അതെന്ത് വിറയല്? അപ്പൊ താത്ത ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളും മറ്റു മതസ്ഥരെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ആജാതി ഡയലോഗുകൾ ഒഴിവാക്കുക, മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കുക. അത്രയേ ഉള്ളൂ. കാരണം ഈ ഭഗവാന്റെ ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ടുകൊണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഇത് ഭഗവാന്റെ ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ വരികളാണ് ഞാനിപ്പോ പറയുന്നത്. താത്തയ്ക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ പറയുന്നത്. താത്ത ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അപ്പോ ഈ എത്ര മുകളിൽ പോയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് കൂപ്പ് കുത്തി വിടുന്നതും അതും ഭഗവാന്റെ പിന്നെ മനസ്സുകൊണ്ട് അറിയാത്തതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. പാവങ്ങളാണ്, ആരെയും ഉപദ്രവിക്കാൻ പോവില്ല, ഒരാളെയും ഉപദ്രവിക്കാൻ പോവില്ല. ചേരപ്പാമ്പിനേക്കാളും പാവങ്ങളാണ് ഈ പറയുന്ന എന്താ പറയാ ഹിന്ദു സമൂഹം. അവരിങ്ങനെ പിന്നെ എന്താ പറയാ മുഹമ്മദ് എന്നെഴുതി കൈവെട്ട് കാലുവെട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോസഫ് മാഷ കൈ വെട്ടിക്കളഞ്ഞ അതിലെന്തോ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കെഴുതി ഒരാളുടെ പേര് എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈ വെട്ടി, കാല് വെട്ടി, കഴുത്തും വെട്ടി, കുടുംബം മൊത്തം കളഞ്ഞു. അല്ലെ ഇപ്പുറത്തെ ഒരാള് അള്ളാഹു എന്ന് പറഞ്ഞു, അവനെ പിടിക്ക് കൊല്ല് എന്ന് പറയുന്ന ആ അവസ്ഥ ഇല്ല ഹിന്ദു സമൂഹത്തിന്. ഹിന്ദു സമൂഹത്തിന് സമാധാനമാണ്. ആരെങ്ങനെ ജീവിച്ചാലും ആരെന്ത് ചെയ്താലും അവന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. കാരണം പരസ്യം വേണ്ടത് വിറ്റുതീരാത്ത സാധനങ്ങൾക്കാണ് പരസ്യം വേണ്ടത്. ഒത്തിരി വിൽപ്പന ബിസിനസ് നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേരുള്ള ഒരു കമ്പനിക്ക് പരസ്യത്തിന്റെ ആവശ്യമില്ല. അത് ജനങ്ങൾ തന്നെ അന്വേഷിച്ചു വരും. അതാണ് അതിന്റെ പ്രത്യേകത. കമ്പനി എത്ര വലുതായാലും അതിന് ഉള്ളിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനിക്ക് അത് ഒരുപാട് കാലം പഴക്കമുള്ള നല്ല കമ്പനിയാണ്, വിശ്വസ്തനായ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പരസ്യത്തിന്റെ ആവശ്യമില്ല. അതാണ് ഹിന്ദു സമൂഹം. മറ്റുള്ളതിനൊക്കെ ഒരുപാട് പരസ്യങ്ങളുടെ ആവശ്യമുണ്ട്. അതാണ് ഈ പരാക്രമം കാണിക്കുന്നത് കൊണ്ടാണ്. സത്യത്തിൽ ആ പരാക്രമം അവരവർക്ക് തന്നെ വിനയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഈ കാണിക്കുന്ന ഇപ്പൊ ഈ ഒരു കൊച്ചു ജനിച്ചപ്പോഴ് ആ കൊച്ചിന്റെ അച്ഛനായി എന്ന് പറയുന്ന അച്ഛൻ എന്ന് പറയാൻ പാടില്ല, അത് ഹറാമാണ്. അച്ഛൻ ഹറാമാണ്, അമ്മ ഹറാമാണ്, ദേവൻ ഹറാമാണ്. ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും ഇനി ഹറാമായിരിക്കും. അച്ഛൻ എന്ന് വാക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഹറാമായിരിക്കും. എന്ത് നെറികേടാണ് ഈ പറയുന്നത്? ഇതുങ്ങൾക്കൊക്കെ പ്രാന്തായോ, മുഴുപ്രാന്തായോ? ഈ സമൂഹത്തിന് ഇനി മുഴുപ്രാന്താവും അധികം താമസിയാതെ. തലയ്ക്ക് മൊത്തം വെളിവുള്ളവരൊക്കെ രക്ഷപ്പെട്ട് ഓടും. ഈ വെളിവില്ലാണ്ട് ഇങ്ങനെ ഈ പറയുന്ന ബോംബും കടിച്ചു പിടിച്ചിരിക്കുന്ന ഈ ജിഹാദി സ്വഭാവങ്ങള്, ആ സ്വഭാവക്കാർക്ക് ഒരിക്കലും ഈ പിന്നെ ജിഹാദി തരത്തിൽ നിന്ന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. അവരതേ അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഈ സമൂഹത്തിന് ശാപമായിക്കൊണ്ട്. അപ്പൊ ആ അവസ്ഥകളെ കുറിച്ചിട്ട് എനിക്ക് ഇന്ന് താത്തയുടെ പ്രതികരണങ്ങൾ കണ്ടപ്പോ എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വക കാര്യങ്ങൾ പറയുന്നത്. കാരണം ഒരു അമ്പലത്തിന് അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഞാനൊരു ഹിന്ദുവാണ്.
ഞാനൊരു ഹിന്ദുവാണ്, എനിക്കൊരു വ്രതം എടുക്കണം എന്നുണ്ടെങ്കിലോ, ഒരു നോമ്പ് നോൽക്കണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എനിക്കൊരു ഒരിക്കൽ എടുക്കണമെങ്കിലോ, ഏകാദശി നോൽക്കണമെങ്കിലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വ്രതങ്ങളുണ്ട്. ഒരു ഏകാദശി നോൽക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ തലേന്റെ തലേ ദിവസം 2-3 ദിവസം മുമ്പേ നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കാറുണ്ട്. ആ ഒഴിവാക്കിക്കൊണ്ടാണ് ഏകാദശി നോൽക്കുന്നത്. രാവിലെ വിരലിൽ കൊണ്ടതാണ് ഏകാദശിക്ക്. പിന്നെ അസുഖങ്ങളും വയ്യായകളൊക്കെ ഉള്ള ആൾക്കാർ അവരവരുടെ തരത്തിനനുസരിച്ച് കഴിക്കുന്നു എന്ന് മാത്രം. പക്ഷെ കുളിക്കാതെ ഭക്ഷണം പാചകം ചെയ്യാനോ കുളിക്കാതെ ഭക്ഷണം കഴിക്കാനോ ഏകാദശി ദിവസങ്ങളിലോ വിശേഷ ദിവസങ്ങളിലോ പാടില്ല എന്നാണ് എന്റെ കാരണവന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അത്രയും ചിട്ടയോടുകൂടി. അതുപോലെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നമ്മൾ പാചകം ചെയ്യാറില്ല വിശേഷ ദിവസങ്ങളിൽ. താത്തയ്ക്ക് ഇത് വല്ലതും അറിയാവോ? മത്സ്യമാംസാദികള് പാചകം ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വേറെയാണ്. ഈ വിശേഷ ദിവസങ്ങളിൽ ഏകാദശിക്കോ ഒരിക്കലിനോ അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിലോ ഈ പറയുന്ന പാത്രങ്ങളിലൊന്നും നമ്മൾ പാചകം പോലും ചെയ്യാറില്ല. അങ്ങനെ ജീവിക്കുന്ന, അതുപോലെ വ്രതങ്ങൾ എടുത്ത് അതുപോലെ ഭഗവാനെ ദർശിക്കുന്ന പാവങ്ങളാണ് ഈ ഹിന്ദു സമൂഹം. അതുങ്ങളെ വന്നിട്ടാണ് പറ്റിക്കുന്നത്. ഒരിക്കലാണെങ്കിൽ രാവിലെ നമ്മൾ കുളിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ചായ വേണമെങ്കിൽ കൂടിയിട്ട് നമ്മൾ കുളിച്ചിട്ടേ കുടിക്കാറുള്ളൂ. അത് കുളിച്ചിട്ടേ പാചകം ചെയ്യാറുള്ളൂ. അത് ഇന്ന് രാവിലെ ഇറച്ചി മീനും തിന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഒരിക്കലും എടുക്കുക, ആ പരിപാടി ഹിന്ദുവിനില്ല. അല്ലെങ്കിൽ തലേ ദിവസം മൂക്കുമുട്ട ചിക്കനും മട്ടനും വലിച്ചു കയറ്റിയിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ഒരിക്കലും എടുക്കുക, അതല്ല. ഈ വരുന്ന ഒരിക്കലാണെങ്കിലും ഏകാദശി ആണെങ്കിലും ഷഷ്ടി ആണെങ്കിലും സപ്തതി ആണെങ്കിലും ഇതിനൊക്കെ 2 ദിവസം 3 ദിവസമോ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അതെല്ലാം ഒഴിവാക്കിയിട്ട്, അത് കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ വരെ ഒഴിവാക്കിയിട്ട് നല്ല പാത്രങ്ങളിൽ ശുദ്ധമായിട്ട് കുളിച്ച് വന്നിട്ട് പാചകം ചെയ്ത് കഴിച്ചിട്ടാണ് ഓരോ വ്രതങ്ങൾ നമ്മൾ എടുക്കാറ്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അറിഞ്ഞു വേണം താത്ത ഈ ജാതി കളിക്ക് പുറപ്പെടാനായിട്ട്. അതറിയില്ലെങ്കിൽ ആ കളിക്ക് വരരുത്. ഇനി താത്തയുടെ അരുളപ്പാട് കൊണ്ടല്ല നമ്മൾ വിളക്ക് കത്തിക്കാൻ പഠിച്ചത്. ഇവിടെ സനാതന ധർമ്മം എന്നാണോ, ഹിന്ദു പുരാണങ്ങളും സനാതന ധർമ്മം എന്നാണോ കൊള്ളുന്നത്, അന്നു മുതല് ഹിന്ദു രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തി പ്രാർത്ഥിക്കുന്നതാണ്. അത് താത്തയുടെ വിറയിൽ കൈകൊണ്ട് വരച്ച പടം കൊണ്ടല്ല, അത് കണ്ടുകൊണ്ടല്ല. താത്ത വരച്ച പടങ്ങളൊക്കെ താത്ത വിറ്റോട്ടെ, താത്ത അതിന് ഒരുപാട് അനുഭവങ്ങൾ എടുത്തു, താത്ത കഴിച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പൊ താത്തയുടെ അപ്പോഴത്തെ രൂപങ്ങളൊക്കെ കൊണ്ട് ആ ഒരു കൊഞ്ചലിലും കുഴയിലും ഒക്കെ കുറച്ച് ആൾക്കാർ വീണിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് മാത്രമായിട്ട് അത് സമർപ്പിക്കുകയാണ്, ബാക്കിയുള്ളവരെ കൂട്ടിക്കെട്ടരുത്. താത്ത എന്തിനും തയ്യാറായിട്ട് ഇറങ്ങി തിരിച്ചപ്പോ ഒരു പെണ്ണിന്റെ കഴിവ് വെച്ചിട്ട്, ബാക്കി ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല, ഒരു പെണ്ണിന്റെ കഴിവ് വെച്ചിട്ട് അവൾ എന്തും കൊടുക്കാൻ തയ്യാറായാൽ ഒരുപാട് മനുഷ്യരെ കൂടെ കൂട്ടാൻ പറ്റും. അത്രയാണ്, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ്. ഒരു പെണ്ണിന്റെ തുണി ഒന്ന് മാറിയാൽ, ഒരു സ്ത്രീയുടെ തുണി ഒന്ന് മാറിയാൽ അവിടെ നോക്കിയിരിക്കുന്ന ഒരുപാട് സമൂഹക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ എങ്ങനെ കൊണ്ടുപോവാം, ഏത് തരക്കിലും വളച്ചെടുക്കാം പെണ്ണിന്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ താത്തയും പ്രയോഗിച്ചത്. താത്ത വലിയ ആൾക്കാരുടെ കൂടെ നടന്ന് കുറെ ഹണി ട്രാപ്പ് പ്രശ്നങ്ങളുണ്ട് താത്തയ്ക്ക്. ഇനി ആരുടെയൊക്കെ പേരിൽ ഹണി ട്രാപ്പിന്റെ അടുത്ത കേസുകൾ വരുമെന്നുള്ളത് ദൈവം തമ്പുരാൻ കണ്ടു, അറിഞ്ഞുകൂടാ, വരുമ്പോ കാണാം നമുക്ക്. അതിൽ എത്ര BJP കാരുണ്ടാവും, എത്ര RSS കാരുണ്ടാവും എന്നുള്ളത് അതും കണ്ടറിയണം. അതും താത്തയുടെ വക സൗജന്യമായിരിക്കും. അപ്പൊ അന്നേരം വരുമ്പോ തൊണ്ടയിൽ പുഴുത്ത പോലെ മിണ്ടാതെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ വക എരണം കെട്ട സ്വഭാവമുള്ള സ്ത്രീകളെ അകറ്റി നിർത്താൻ ആദ്യമേ പഠിക്കേണ്ടതായിരുന്നു. നമുക്ക് മറ്റുള്ളവർക്കില്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാർക്കില്ലാത്ത ഒരു വ്യത്യാസവും ഞാൻ ഈ പറയുന്ന സ്ത്രീക്ക് കാണാനില്ല. ഉടായ്പും കുരുട്ടും കുറച്ച് കൂടുതലാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് താത്ത നിങ്ങൾ പറഞ്ഞിട്ടല്ല ഹിന്ദു വിളക്ക് വെക്കാൻ തുടങ്ങിയത്. ഹിന്ദു ഇവിടെ സനാതന ധർമ്മ സംസ്കാരം ഉണ്ടായ കാലം തൊട്ട്, നമ്മളുടെ വിശ്വാസങ്ങൾ ഉണ്ടായ കാലം തൊട്ട് കല്ലിനും മണ്ണിനും കാറ്റിനും പുല്ലിനും പുൽക്കൊടിക്കും സൂര്യനും ചന്ദ്രനും എല്ലാത്തിനെയും ആരാധിച്ച്, പാമ്പിനെയും പല്ലിയും പട്ടിയും പഴുതാരെയും എല്ലാത്തിനെയും ആരാധിക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ജീവികളായാലും ഭൂമിയാണെങ്കിലും ചന്ദ്രനായാലും സൂര്യനായാലും എല്ലാ ദേവതകളെയും അനുഷ്ഠിച്ചും പിന്നെ അവർക്ക് വിളക്ക് കൊളുത്തിയും അവരെ പ്രാർത്ഥിച്ചുമാണ് ഹിന്ദു സമൂഹം കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെയുള്ള ഹിന്ദു സമൂഹത്തിനെയാണ് താത്ത പറ്റിക്കാൻ നോക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ താത്ത അത് മനസ്സിലാക്കുക. പിന്നെ കൊല്ലത്തിൽ ഒരു തവണ വന്നിട്ട് അഷ്ടമിരോഹിണി നാളിലോ അല്ലെങ്കിൽ മറ്റു വിഷുവിന്റെ അന്നോ അവിടെ വന്ന്, താത്ത മഹാബലിയൊന്നും അല്ല, അവിടെ വരേണ്ട ഒരു ആവശ്യവും ഇല്ല. അവിടെ ഇനി നിങ്ങൾ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഉടായ്പ ഇറക്കല്ലേ താത്ത. നിന്നോട് ഇനി യാതൊരു തരത്തിലുള്ള സെന്റിമെന്റ്സും നമുക്ക് തോന്നുന്നില്ല. കാരണം പറ്റിക്കലിന്റെ ആരുടെയൊക്കെ ഏത് ജിഹാദിയുടെ പിൻബലത്തിലാണ് നീ ഇതൊക്കെ കളിച്ചു കൂട്ടിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി അവിടെ വന്ന് ചിത്രം വരച്ച് നടക്കെ വന്നിട്ട് അടുത്ത
താത്തയുടെ ഉദ്ദേശം? എനിക്ക് അവിടെ ഓടാ സ്ഥലത്തെ മറ്റേ ഭഗവാന്റെ അടുത്ത് ഇത്തിരി നിസ്കരിക്കാനായിട്ട്. അപ്പൊ ഇനി തട്ടന്റെ ഇറക്കിയിട്ട് തട്ടട വലിച്ചിട്ട് തട്ടിട്ടിട്ടൊന്ന് നിസ്കരിക്കണം. അടുത്ത താത്തയുടെ ആവശ്യം അതായിരിക്കും. ആ തട്ടൊന്ന് വലിച്ചവിടെ നിവർത്തിയിട്ടിട്ട് ഒരു മൂലയില് ഞാൻ നിസ്കരിച്ചോളാം, പ്രശ്നമില്ല. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഈ മഹാബലിനെ പിന്നെ പോയി മണ്ണിനടിയിൽ പോയ പോലെ അല്ലെങ്കിൽ പാതാളത്തിൽ പോയ പോലെ ഇനി താത്തയ്ക്ക് അടുത്ത ആവശ്യം വരാൻ പോകുന്നത് ഇതാണ്. നിങ്ങൾ എഴുതി വെച്ചോ. ഈ തട്ടം വിരിച്ചിട്ട് എനിക്ക് അവിടെ ഒന്ന് നിസ്കരിക്കണം. ആ മൂലയില് ഞാൻ ഭഗവാന്റെ നടക്കൽക്കൊന്നും വരുന്നില്ല, ആ മൂലയില് ഞാൻ നിസ്കരിച്ചോളാം. അപ്പൊ ആ നിസ്കാരത്തിന് ഇനി ഇടം ചോദിക്കും. അത് കഴിഞ്ഞാൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ വഖഫ് ബോർഡ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. വഖഫ് ബോർഡ് ഇവിടെ നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ വലിയൊരു ചെകുത്താനാണ് ഇനി നമ്മളെ വിഴുങ്ങാൻ പോകുന്നത്. ആ വഖഫ് ബോർഡിന് ഇതിനൊക്കെ വടിവെട്ടി കൊടുത്തത് ആരാ? നമ്മൾ തന്നെയാ. ഈ വഖഫ് ബോർഡിനായാലും ജമാഅത്തെ ഇസ്ലാമിക്കായാലും ഈ സുഡാപ്പികൾക്കായാലും ജിഹാദികൾക്കായാലും വടിവെട്ടി കൊടുത്തത് ആരാണ്? ഇവിടുത്തെ ഹിന്ദു സമൂഹമാണ്. അപ്പൊ ഇനി അടുത്ത വലിയൊരു സംഗതി വിഴുങ്ങാൻ വരുന്നുണ്ട് വഖഫ് ബോർഡ് എന്നുള്ള രീതിയിൽ. വഖഫ് ബോർഡ് പറയും എന്ത്? താത്ത നിസ്കരിച്ചതാണ് ഗുരുവായൂരമ്പലം ഞമ്മന്റെയാ. വഖഫ് ബോർഡ് അവിടെ എഴുതി ചേർക്കും എന്ത്? ഞമ്മന്റെ കോടതിയിൽ ഞമ്മളാണ് അവസാന വിധി പ്രസ്താവിക്കുന്നത്. അപ്പൊ വഖഫ് ബോർഡ് പറയും ഗുരുവായൂർ അമ്പലല്ല ഈ കേരളം മൊത്തം ഞമ്മന്റെയാ എന്ന് പറയുന്ന കാലം വിദൂരമല്ല. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോ. അപ്പൊ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജിഹാദിയുടെ കയ്യും കാലും പിടിക്കേണ്ടി വരും. എന്ത്? ഗുരുവായൂർ അമ്പലം വഖഫ് ബോർഡിന്റെ ആയില്ലേ? എന്ത്? ഭരണം ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ ആരാ? പിണറായി വിജയൻ. പിണറായി വിജയന്റെ മരുമോനാരാ? റിയാസ്. അപ്പൊ റിയാസ് ഞമ്മന്റെ ആൾക്കാരെ സംരക്ഷിക്കേണ്ടിയിരിക്കുവോ? ഇല്ല. അപ്പോ റിയാസിന്റെ ഭരണത്തിൽ പിണറായി വിജയൻ വെറും റബ്ബർ സ്റ്റാമ്പാണ്. അയാൾക്ക് ഇപ്പൊ വലിയ വാല്യൂ ഒന്നും ഇല്ല. ഭരിക്കുന്നത് ഇപ്പൊ മൊത്തം ആ ബിംബത്തിനെ കൊണ്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ഈ പരനാറി വിജയൻ എന്ന് പറയുന്ന ആളെ അവിടെ കസേര കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളും എഴുത്തുകുത്തുകളൊക്കെ മരുവനാണ്. അപ്പൊ വഖഫ് ബോർഡ് എന്ന് പറയുന്ന വലിയൊരു സർപ്പമാണ് ഇനി വിഴുങ്ങാൻ വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സർവമാന കാര്യങ്ങളും ചെയ്തു കൊടുക്കും ആര്? റിയാസ്. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പൊ അല്ലെങ്കിലേ ഒരു കൊരങ്ങൻ അതിന് ഏണി വെക്കുന്ന അവസ്ഥയാണ് ഇനി ഈ വക ആൾക്കാരിൽ നിന്ന് നമുക്ക് ഭരണകർത്താക്കളിൽ നിന്നും കൂടി നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോ ജനാധിപത്യപരമായിട്ടോ നിയമപരമായിട്ടോ ഒരു ഹിന്ദുവിന് ഇവിടെ യാതൊരു സുരക്ഷയും സംരക്ഷണവും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ചുരുക്കം. അവിടേക്കാണ് പോക്ക്. അതുകൂടി നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഹിന്ദു സമൂഹമേ, നിങ്ങള് പാർട്ടിക്കാരെ കണ്ടിട്ടോ മറ്റുള്ളവരെ കണ്ടിട്ടോ നിങ്ങൾ നടക്കണ്ട. നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഹിന്ദു എന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു മഹാപാവങ്ങളായ ഹിന്ദു സമൂഹത്തിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു പാർട്ടിയെ കണ്ടിട്ടും തുള്ളണ്ട, നിങ്ങൾ ഒരു പ്രസ്ഥാനത്തെ കണ്ടിട്ടും തുള്ളണ്ട. നിങ്ങൾ മാത്രമേ ഉള്ളൂ. പാർട്ടിക്കാർക്കൊക്കെ മതേതരത്വം വേണം, അവർക്ക് വോട്ട് ബാങ്ക് വീഴണം. പക്ഷെ ഹിന്ദു എന്ന മനുഷ്യർക്ക്, പാവങ്ങൾക്ക്, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഒരിക്കലും മറക്കണ്ട. ഇവർക്കൊക്കെ കൂട്ടുകൂടാനും പിന്നെ കൂട്ടിച്ചേർക്കാനും ഒരുപാട് പേരുണ്ട്. നമുക്കതില്ല. ഇവരെ സംരക്ഷിക്കാനും ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഭരണകർത്താക്കൾ അടക്കം, നമ്മുടെ നിയമവ്യവസ്ഥയടക്കം അവർക്ക് പാങ്ങാണ്, അവർക്ക് സൈഡാണ്. പണ്ടേ തൊട്ട് ഞാൻ പറയാറുണ്ട്, ഇവിടെ ഹിന്ദു ആർക്കും ആവശ്യമില്ല. ഹിന്ദു വഴിയിൽ തൂക്കിയ ചണ്ടയാണ്, ആർക്കും കൊട്ടാം, എന്തുമാവാം. അപ്പൊ അതുകൊണ്ട് യു ബി വെരി കെയർഫുൾ എന്ന് ഹിന്ദു സമൂഹത്തിലൂടെ ഞാൻ പറയുന്നത്. നിങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. അത് കരുതി നമ്മൾ ജീവിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജീവനും കൊണ്ട് ഒന്നുകിൽ മരിക്കാം, അല്ലെങ്കിൽ ജീവനും കൊണ്ട് ഓടേണ്ടി വരും. അത് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. എനിക്കിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ തൊണ്ട പൊട്ടിച്ച് പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നത് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ. എന്റെ കുടുംബം, എന്റെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ, എന്റെ സമൂഹം കൂടി എന്റെ ചുമതലയാണ്. ഞാനൊരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹം കൂടി എന്റെ ചുമതലയുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഒരാളെയും കണ്ടിട്ട് നമ്മൾ ജീവിക്കണ്ട. നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് അറിഞ്ഞ് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം, ഇല്ലെങ്കിലും നമുക്ക് കൊള്ളാം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം, കൂപ്പുകൈ. ജയ് ഹിന്ദ്.